ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ ഏറ്റവും കൂടുതൽ കണ്ടന്റ് ഉണ്ടാക്കി ഷോയെ ഏറ്റവും കൂടുതൽ ഉയരങ്ങളിലെത്തിച്ച ശക്തയായ ഒരു മത്സരാർത്ഥിയാണ് ജാസ്മിൻ ജാഫർ. എന്നാൽ ഏറ്റവും കൂടുതൽ സൈബർ ബുള്ളിയിങ് നേരിടുന്നതും ജാസ്മിനാണ്. ബിഗ് ബോസ് മലയാളം ചരിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു വ്യക്തിത്വമായിരുന്നു ജാസ്മിൻ്റേത്. ഷോയുടെ തുടക്കം മുതൽ അവസാനം വരെ ജാസ്മിനാണ് ഏറെ ശ്രദ്ധിക്കപ്പെട്ടത്. എത്ര സൈബർ അറ്റാക്ക് നേരിട്ടിട്ടും അടിപതറാതെ മുമ്പോട്ട് പോകുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ജാസ്മിൻ. അച്ഛനുണ്ടായിരുന്ന ലക്ഷ്യങ്ങളുടെ കടമാണ് ജാസ്മിൻ തന്റെ ചെറുപ്രായത്തിൽ തന്നെ വീട്ടിയതും കുടുംബത്തെ രക്ഷിച്ചതും. കൊല്ലംകാരിയാണ് ജാസ്മിൻ ജാഫർ. ഉപ്പയുടെയും ഉമ്മയുടെയും മൂത്ത മകളാണ് ജാസ്മിൻ. +2 ഡിഗ്രി കാലഘട്ടം ജാസ്മിന് വളരെ ബുദ്ധിമുട്ടിലായിരുന്നു. കുടുംബം രക്ഷപ്പെടുത്തണം എന്ന ചിന്തയിലാണ് ജാസ്മിൻ ജാഫർ തന്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അങ്ങനെ യൂട്യൂബ് ചാനലിലൂടെ വരുമാനമൊക്കെ വന്നു തുടങ്ങി. അങ്ങനെ വാപ്പയുടെ കടങ്ങളെല്ലാം തന്നെ ജാസ്മിൻ വീട്ടി. ഒന്നുമില്ലാതിരുന്ന വീടും ജാസ്മിൻ മോടി പിടിപ്പിച്ചു. അതിനുശേഷം വാപ്പയ്ക്ക് ഒരു കാറും ജാസ്മിൻ സമ്മാനമായി നൽകിയിരുന്നു. എന്തായാലും തന്റെ കുടുംബത്തെ ഇത്രയധികം ഉയരങ്ങളിൽ എത്തിച്ചത് ജാസ്മിൻ ജാഫർ തന്നെയായിരുന്നു. ബിഗ് ബോസിൽ വന്നതിന് ശേഷം മാത്രമാണ് ജാസ്മിന് ഹേറ്റേഴ്സ് കൂടിയത് എന്നുള്ളതാണ്. ബിഗ് ബോസിലെ കാര്യങ്ങളെല്ലാം ഒരു ഗെയിമിന്റെ ഭാഗമായി കണ്ടാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ബിഗ് ബോസ് ഹൗസിൽ വെച്ച് നോക്കുമ്പോൾ ജാസ്മിൻ ഒരു ശക്തയായ മത്സരാർത്ഥിയായിരുന്നു. പറയേണ്ട കാര്യങ്ങളെല്ലാം ആരുടെയും മുഖത്ത് നോക്കി പറയുന്ന ഒരു ക്യാരക്ടറാണ് ജാസ്മിൻ്റേത്. സെക്കൻഡ് റണ്ണറപ്പായിട്ടാണ് ബിഗ് ബോസ് ഹൗസിൽ നിന്നും ജാസ്മിൻ പുറത്തേക്ക് വിടവാങ്ങിയത്. ബിഗ് ബോസ് ഹൗസിൽ ജാസ്മിന് 2ാം സ്ഥാനം ലഭിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു ജാസ്മിന്റെ ആരാധകർ. എന്നാൽ അർജുൻ ജാസ്മിനെ പിന്തള്ളിയാണ് മുമ്പോട്ട് കയറിയത് എന്നുള്ളതും വേറൊരു കാര്യമാണ്. എന്തായാലും ബിഗ് ബോസ് ഹൗസിൽ നിന്നും 3ാം സ്ഥാനം നേടിയിട്ടാണ് ഇപ്പോൾ ജാസ്മിൻ പുറത്തിറങ്ങിയിട്ടുള്ളത്. ഇപ്പോഴും ജാസ്മിന് ഒരുപാട് സൈബർ ബുള്ളിയിങ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഗബ്രിയുമായിട്ടുള്ള കോംബോയാണ് ജാസ്മിനെ വഷളാക്കിയത് എന്നുള്ള വാർത്തകൾ ഒരുപാട് വരുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ റസ്മിനും ദിയാസനയും ജാസ്മിന് സപ്പോർട്ടായിട്ട് കൂടെയുണ്ട് എന്നുള്ളതാണ്. എന്തായാലും പുതിയ അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.